കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയർ ആൻഡ് ബെനിഫിൻ. സ്വർണ്ണ സമ്പാദ്യങ്ങളെ ഇനി ബിസിനസ്സിൽ നിക്ഷേപിക്കാം. നമസ്കാരം. ഇന്ന് 2024 നവംബർ 30 ശനിയാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം തേടുവാൻ ഇന്ത്യൻ എംബസി മാസം തോറും നടത്തിവരുന്ന ഓപ്പൺ ഹൗസ് സീഫിലെ എംബസിയിൽ വെച്ച് നടന്നു. ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബും എംബസിയുടെ കോൺസുലർ സംഘവും അഭിഭാഷക സമിതിയും ഓപ്പൺ ഹൗസിൽ പങ്കെടുത്തു. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം, പഞ്ചാബി ഭാഷകളിൽ നടത്തിയ ഓപ്പൺ ഹൗസിൽ ഏകദേശം 50ഓളം ഇന്ത്യൻ പൗരന്മാർ പങ്കെടുത്തു. എംബസിയിലെ കോൺസുലർ ഹാളിൽ നടന്ന ഹിമാചൽ പ്രദേശ് ടൂറിസം പ്രൊമോഷൻ പരിപാടിയെക്കുറിച്ച് അംബാസഡർ വിശദീകരിച്ചു. പ്രവാസി സമൂഹത്തെ പരിപാലിക്കുന്നതിന് ബഹ്റിൻ സർക്കാരിൻ്റെയും ഭരണാധികാരികളുടെയും തുടർച്ചയായ പിന്തുണയ്ക്കും സഹകരണത്തിനും അംബാസഡർ നന്ദി പറഞ്ഞു. ഓപ്പൺ ഹൗസിൽ പങ്കെടുത്തവർ ഉന്നയിച്ച പരാതികളും പ്രശ്നങ്ങളും ഭൂരിഭാഗവും പരിഹരിക്കപ്പെട്ടുവെന്നും മറ്റുള്ളവ എത്രയും വേഗം ഏറ്റെടുക്കുമെന്നും എംബസി അധികൃതർ വ്യക്തമാക്കി. ബഹ്റിൻ കേരളീയ സമാജവും DC ബുക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 8ാം പതിപ്പ് ആരംഭിച്ചു. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരവും സംവിധായകനും എഴുത്തുകാരനുമായ പ്രകാശ് രാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. DC ബുക്സ് ഉടമയായ രവി DC ചടങ്ങിൽ പങ്കെടുക്കുകയും DC ബുക്സിന്റെ 46ാം വാർഷികത്തിന്റെ ഭാഗമായി 1000 ദിനാർ വിലയുള്ള പുസ്തകങ്ങൾ സമാജം ലൈബ്രറിക്ക് കൈമാറുകയും ചെയ്തു. വിവിധ നൃത്താവിഷ്കാരങ്ങളും പരിപാടിയുടെ ഭാഗമായി നടന്നു. സമാജം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി മഹേഷ് പിള്ള സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പുസ്തകമേളയുടെ ജനറൽ കൺവീനർ ഹരീഷ് നായർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ R. നായർ നന്ദി രേഖപ്പെടുത്തി. സമാജം ഫോട്ടോഗ്രാഫി ക്ലബ് സംഘടിപ്പിച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും സമാജം വനിതാവേദി അമ്മമാർക്കും കുട്ടികൾക്കുമായി ജനുവരിയിൽ നടത്തുന്ന വാവു മാം എന്ന മത്സര പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനവും ചടങ്ങിനോടനുബന്ധിച്ച് പ്രകാശ് രാജ് നിർവഹിച്ചു. കുട്ടികൾക്കായുള്ള 2500-ലധികം ഇംഗ്ലീഷ്, മലയാളം പുസ്തകങ്ങൾ ഉൾപ്പെടെ 6000-ലധികം ശീർഷകങ്ങളായി 1,00,000-ലധികം പുസ്തകങ്ങളാണ് പുസ്തകമേളയിൽ വായനക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത കഥാകൃത്തായ അനന്ത പത്മനാഭൻ, യുവ എഴുത്തുകാരിൽ ശ്രദ്ധേയരായ അഖിൽ P. ധർമ്മജൻ, ലതീഷ് കുമാർ, മാധ്യമപ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ, സിനിമാ താരവും അവതാരികയുമായ അശ്വതി ശ്രീകാന്ത്, സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയയായ ഡോക്ടർ സൗമ്യ സരിൻ തുടങ്ങിയവരാണ് വിവിധ ദിവസങ്ങളിൽ അതിഥികളായി ഇവിടെ എത്തുന്നത്. ബ്ലഡ് ഡൊണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്റർ അൽ ഹിലാൽ സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ അദീലിയ ബ്രാഞ്ചിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലഡ് പ്രഷർ, ക്രിയാറ്റിൻ, ബ്ലഡ് ഷുഗർ, SGPT, യൂറിക് ആസിഡ്, ടോട്ടൽ കൊളസ്ട്രോൾ എന്നീ ടെസ്റ്റുകൾക്ക് പുറമെ റിസൾട്ടുമായി ഒരു തവണ ഡോക്ടർമാരെ കാണുന്നതിനുള്ള അവസരവും അൽ ഹിലാൽ മെഡിക്കൽ സെന്റർ സൗജന്യമായി ഒരുക്കിയിരുന്നു. ക്യാമ്പിൽ 180 പേർ പങ്കെടുത്തു. ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ, ഡോക്ടർ PK ചൗധരി, സാമൂഹിക പ്രവർത്തകൻ സയ്യിദ് ഗനീഫ്, ഗുബൈദി കൂട്ടം ചീഫ് കോർഡിനേറ്റർ സുബീഷ് നെട്ടൂർ എന്നിവർ ആശംസകൾ അറിയിച്ചു. BDK ബഹ്റിൻ ചെയർമാൻ KT സലീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിന് പ്രസിഡന്റ് റോജി ജോൺ സ്വാഗതവും ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ് നന്ദിയും പറഞ്ഞു. അൽ ഹിലാൽ മെഡിക്കൽ സെന്റർ മാനേജ്മെന്റ് പ്രതിനിധികളായ ഷിജിൻ V. രാജു, അമൽ ബാലചന്ദ്രൻ, BDK ട്രഷറർ ബാബു അഗസ്റ്റിൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ നിതിൻ ശ്രീനിവാസ്, രേഷ്മ ഗിരീഷ്, ധന്യ വിനയൻ, സലീന റഫി, സഹ്ല ഫാത്തിമ, അബ്ദുൽ നാഫി, സിജോ ജോസ്, ഗിരീഷ് KV, സുജേഷ് എണ്ണക്കാട്, സുനൽ മനവളപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
ബഹ്റിൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ ഉബൈദ് ചങ്ങലേരി കർമ്മശ്രേഷ്ഠ അവാർഡ് കുട്ടൂസ മുണ്ടേരിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് സമർപ്പിച്ചു. ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിസാമുദ്ദീൻ മാരായമംഗലം ഷാൾ അണിയിച്ചു. 45 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനത്തിന് അദ്ദേഹം നൽകിയ സംഭാവന മുൻനിർത്തിയാണ് അവാർഡിന് തെരഞ്ഞെടുത്തത്. KMCC സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇൻമാസ് ബാബു പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, അസൈനർ കളത്തിങ്കൽ, KP മുസ്തഫ, SV ജലീൽ, ഷറഫുദ്ദീൻ മാരായമംഗലം എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ ട്രഷറർ ഹാരിസ് വിവി തൃത്താല നൽകി. യൂസഫ് മുണ്ടൂർ, അൻവർ സാദത്ത്, നൌഫൽ പടിഞ്ഞാറങ്ങാടി, നൌഷാദ് പുതുനഗരം, മാസിൽ പട്ടാമ്പി, അനസ് നാട്ടുകൽ, ഷഫീഖ് വല്ലപ്പുഴ, കരീം പെരിങ്ങോട്ടുകുറിശി, അനസാർ ചങ്ങലേരി എന്നിവർ നേതൃത്വം നൽകി. നിസാമുദ്ദീൻ മാരായമംഗലം സ്വാഗതവും ആഷിൽ പത്തിൽ നന്ദിയും പറഞ്ഞു. ബഹ്റിനിലെ പ്രവാസി ഗൈഡൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 5 ദിവസങ്ങളായി നടത്തിവന്ന സൈക്കോതെറാപ്പി പരിശീലന ക്ലാസ് സമാപിച്ചു. ബി പോസിറ്റീവ് കൗൺസിലിംഗ് സെന്ററിന്റെ ഡയറക്ടറും പ്രമുഖ സൈക്കോളജിസ്റ്റുമായ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസിന്റെ നേതൃത്വത്തിൽ മാഹൂസിലെ മക്കൻഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. 50-ലധികം പേർ പരിശീലനത്തിൽ പങ്കാളികളായി. ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം PGC ചെയർമാൻ ഡോക്ടർ ജോൺ പനക്കലിന്റെ നേതൃത്വത്തിൽ നടന്നു. റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസിന്റെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് 7 മണി മുതൽ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കായി ജേർണി ടു ഡെസ്റ്റിനേഷൻ എന്ന പേരിലും ഡിസംബർ 2 തിങ്കളാഴ്ച ഫാമിലി എൻറിച്ച്മെന്റ് എന്ന പേരിൽ മുതിർന്നവർക്കായും സൗജന്യ ശില്പശാലയും നടക്കും. കാലിക പ്രസക്തമായ വിഷയങ്ങളാണ് ശില്പശാലയിൽ പ്രതിപാദിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 35680258 അല്ലെങ്കിൽ 36921998 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് PGC അധികൃതർ അറിയിച്ചു. ബഹ്റിനിൽ നടന്നുവരുന്ന ജ്വല്ലറി അറേബ്യ എക്സിബിഷനിൽ നിന്ന് കാണാതായ 1,50,000 ദിനാർ വില വരുന്ന ആഭരണം കണ്ടെത്തി ബഹ്റിൻ പോലീസ്. പരാതി ലഭിച്ച് 2 മണിക്കൂറിനുള്ളിലാണ് പ്രദർശനവേദിക്കടുത്തുള്ള ചവറ്റുകുട്ടയിൽ നിന്ന് ആഭരണം കണ്ടെത്തിയത്. ഇവിടെയുണ്ടായിരുന്ന ശുചീകരണ തൊഴിലാളിയാണ് ആഭരണം ചവറ്റുകുട്ടയിലേക്ക് ഇട്ടതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പിന്നീട് വ്യക്തമായി.